സ്റ്റാറ്റിസ്റ്റിക്സിലെ അഥവാ സ്ഥിതിവിവര കണക്കിലെ മറ്റൊരു ചോദ്യമാണ്. ദ ടേബിൾ ബിലോ ഷോസ് ദ children in a class sorted according to their marks in the maths exam. Calculate the median mark of the class. ഒരു ക്ലാസ്സിലെ കുട്ടികളെ കണക്ക് പരീക്ഷയ്ക്ക് ലഭിച്ച മാർക്ക് അനുസരിച്ച് എണ്ണം തിരിച്ച പട്ടികയാണ് ചുവടെയുള്ളത്. ക്ലാസ്സിലെ മധ്യമ മാർക്ക് കണക്കാക്കുക. അപ്പോ നമുക്ക് ഇവിടെ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്കും അതേപോലെ അവർ മാത്സ് എക്സാമിന് വാങ്ങിയ മാർക്കും ആ കുട്ടികളുടെ എണ്ണവും നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ മധ്യമം അഥവാ മീഡിയം കണ്ടുപിടിക്കണം. മുമ്പത്തെ ചോദ്യങ്ങളൊക്കെ ചെയ്ത പോലെ തന്നെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? CF അഥവാ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണണം. ആദ്യത്തെ ഫ്രീക്വൻസി അതേപോലെ ഇങ്ങോട്ട് എഴുതും. അതിലേക്ക് പിന്നെ 8 കൂട്ടി 8 4 12, 12ക്ക് 10 കൂട്ടി 22, 22ക്ക് 9 കൂട്ടി 31, 31ക്ക് 5 കൂട്ടി 36. ഈ 36 ആണ് നമുക്ക് ലാസ്റ്റ് കിട്ടുന്നവ. 36 കുട്ടികളാണ് ആ ക്ലാസ്സിലുള്ളത്. എത്ര കുട്ടികളാണ്? 36 കുട്ടികളാണ്. 36 എന്ന് പറയുന്നത് ഒരു ഈവൺ നമ്പർ ആണ്. അപ്പൊ ഈവൺ നമ്പർ വന്നു കഴിഞ്ഞാൽ നേരെ അതിന്റെ പകുതി എടുക്കുക. അപ്പൊ 36ന്റെ പകുതി എടുക്കുക 18, തൊട്ടപ്പുറത്തെ ആളെ എടുക്കുക 19. ഇവരുടെ ആവറേജ് ആയിരിക്കും മധ്യമം അല്ലെങ്കിൽ മീഡിയം വരിക. കാരണം ഈവൺ നമ്പർ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു സെൻട്രൽ ടേം നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. അപ്പൊ സെൻട്രലുള്ള രണ്ടാളുകളുടെ ആവറേജ് ആണ് നമ്മൾ എടുക്കുക. അപ്പോ 36ന്റെ നേരെ പകുതി 18ാമത്തെ ആളെയും തൊട്ടപ്പുറത്തെ 19ാമത്തെ ആളെയും കണ്ട് അതിന്റെ ആവറേജ് കാണണം. അപ്പോ ആദ്യം നമുക്ക് 18ഉം 19 എവിടെ വരുന്നത് എന്നുള്ളത് റൗണ്ട് ചെയ്ത് വെക്കാം. 18ഉം 19 എവിടെ വരുന്നത്? എന്താ ഈ മൂന്നാമത്തെ ഇതിലാണ് വരിക. 22 വരെ ഉള്ളതിൽ ഇതിലാണ് വരിക. ഓക്കെ, 1 മുതൽ 4 വരെ 0 to 10 ആണ്. പിന്നെ 5 മുതൽ 12 വരെ 10 to 20 ആണ്. 13 മുതൽ 22 വരെ. അപ്പൊ ഇനി ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇതിന്റെ കോമൺ ഡിഫറൻസ് ആണ്. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ ക്ലാസിന്റെ വ്യത്യാസം എത്രയാ? 20 to 10 10 ആണ്. 12 to 22 എത്ര കുട്ടികളുണ്ട്? 10 കുട്ടികളുണ്ട്. അപ്പൊ ഈ 10നെ ഈ 10 കുട്ടികൾക്ക് വീതം വെച്ച് കൊടുക്കുക. അഥവാ 10/10 1 കിട്ടും. ഇനി നമ്മൾ റൗണ്ട് ചെയ്തതിന്റെ തൊട്ട് മുകളിലുള്ള സംഖ്യ 12. അപ്പൊ 13ാമത്തെ ആളെ കാണണം. 13ാമത്തെ ആളെ എങ്ങനെ കാണാൻ ചോദിച്ചു കഴിഞ്ഞാല് നമ്മളുടെ മീഡിയം ക്ലാസ് അഥവാ നമ്മൾ റൗണ്ട് ചെയ്ത ക്ലാസ് ഉണ്ടല്ലോ, അതിലെ ചെറിയ സംഖ്യയുടെ കൂടെ പൊതു വ്യത്യാസത്തിന്റെ പകുതി കൂട്ടുക. ഓക്കെ, ഇത് 10ാം ക്ലാസ്സിലുള്ള മെത്തേഡ് ആണെന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിനൊരു ഇക്വേഷൻ ഒക്കെ ഉണ്ട്. +1 ഒക്കെ എത്തുമ്പോൾ നമ്മൾ ഇതിൽ തന്നെ ചെയ്യണം. നമുക്ക് എക്സാമിന് 3 സബ് ഡിവിഷൻ ആയിട്ടാണ് ചോദിക്കുക. ആദ്യം എത്രാമത്തെ ആള്, പിന്നെ നമ്മൾ റൗണ്ട് ചെയ്തതിന്റെ തൊട്ട് മുകളിലുള്ളത് കഴിഞ്ഞിട്ടുള്ള ആളായിരിക്കും ചോദിക്കുക, പിന്നെയാണ് മീഡിയം വരെ. അപ്പൊ 13ാമത്തെ ആള് 20.5. റൗണ്ട് ചെയ്തതിലെ ചെറിയ സംഖ്യയിലേക്ക് പൊതു വ്യത്യാസത്തിന്റെ പകുതി കൂട്ടി കൊടുക്കുക. ദെൻ 18ാമത്തെ ആളെ കാണാന് 13ാമത്തെ ആളേക്ക് എത്ര പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടണം? 13 കഴിഞ്ഞ് 18 ആവാൻ 5 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടണം. 13ാമത്തെ ആള് 20.5, പൊതുവ്യത്യാസം 1. അപ്പൊ 1 × 5. അപ്പോ 20.5ക്ക് 5 കൂട്ടിയാൽ 25.5. ഇനി 19ാമത്തെ ആളെ കാണാൻ എന്ത് ചെയ്താൽ മതി? ഇതിലേക്ക് ഒരു പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിയാൽ മതി. അപ്പൊ 26.5. ഇനി ഇവരുടെ ആവറേജ് കാണണം. ഓക്കെ, ആവറേജ് കാണാൻ രണ്ടും കൂട്ടിയിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്യുക. ഇല്ലെങ്കിൽ ഞാൻ എളുപ്പമായി പറഞ്ഞു തരുന്നത് എങ്ങനെയാ? ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, അത് പൊതുവ്യത്യാസം അല്ലേ? എത്രയാ? 1. അതിന്റെ പകുതി ഫസ്റ്റത്തെ സംഖ്യക്ക് കൂട്ടുക. അപ്പൊ 1ന്റെ പകുതി അര. 25.5ക്ക് അര കൂട്ടിയാൽ 26. അപ്പൊ മീഡിയൻ എത്രയാ? 26. മധ്യമം 26.